ക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ. വിശുദ്ധരാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ ബൈബിൾ ശരിക്കും ഒന്ന് പഠിക്കുക. ക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ, അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ട് മറ്റാർക്കും നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങളുടെ വ്യാഖ്യാനമെങ്കിൽ പിന്നെ എങ്ങനെയാണ് പാസ്റ്റർ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് ഈ ഭൂമിയിലിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ സ്വർഗത്തിലുള്ള നീതിമാന്മാർക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? ഈ വിശുദ്ധർക്കൊന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കില്ല സഹോദരങ്ങളെ. അവർ മരിച്ചു മണ്ണടിഞ്ഞവരാണ്. ക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ. പക്ഷെ യേശു പറയുന്നു, ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് എന്ന്. മരിച്ചവർ ഉദ്ധാനത്തെ പറ്റി ദൈവം നിങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. മത്തായി 22 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു.